أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരമാവധി തഖ്വ ചെയ്ത് അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ശക്തമായി ഉപദേശിക്കുകയാണ്. ബഹുമാനികളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അവൻ്റെ സ്വഭാവ രീതികൾ. സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുകൊടുത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കുക എന്ന രീതിയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മുന്നിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുന്നിൽ, വേണ്ടപ്പെട്ടവരുടെ മുന്നിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപക്ഷെ മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തം അഭിപ്രായം മാറ്റിവെക്കുന്നവനായി ഒരു വിശ്വാസി മാറിയെന്ന് വരാം. അങ്ങനെ അവൻ അതിലൂടെ സന്തോഷം കാണുകയും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലാണെങ്കിലും അതേപോലെ ആഗോള തലത്തിലാണെങ്കിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു ഭാഗത്ത് മുതലാളിത്ത ജീവിത സംസ്കൃതി ലോകത്ത് കൊണ്ടുവന്ന ആർത്തി, അത് നമ്മുടെ ജീവിതത്തെ വളരെ ദുസ്സഹമാക്കിയിരിക്കുന്നു എന്ന് കാണാം. അതേപോലെ തന്നെ ജൂദായിസം ഈ സമൂഹത്തോട് കാഴ്ചവെക്കുന്ന വളരെ അസഹിഷ്ണുത നിറഞ്ഞ ഒരു രീതി, അത് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നത് തുല്യതയില്ലാത്ത ദുരിതത്തിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അവിടുന്ന് സഹാബത്തിനൊപ്പം പള്ളിയിലിരിക്കുകയാണ്. പെട്ടെന്നൊരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തി കേൾക്കാതെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും സ്വർഗത്തിൽ അവകാശം നേടിയ ഒരു വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ ഇപ്പോൾ ആ വ്യക്തി ഇവിടേക്ക് കടന്നു വരും. യത്ലുൽ ആന അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരു വ്യക്തി ഇതാ ഈ മസ്ജിദിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. അങ്ങനെ ആ വ്യക്തി അന്ന് കടന്നു വന്നു. പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ സംഭവം ആവർത്തിച്ചു. ഈ വ്യക്തി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു വ്യക്തി ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. ഇത് കേട്ട അബ്ദുല്ലാഹിബ്നു അംറുബ്നുൽ ആസ് എന്ന സ്വഹാബി ഈ വ്യക്തിയെ എന്തുകൊണ്ട് തിരുനബി സ്വർഗത്തിന്റെ അവകാശി എന്ന് വിശേഷിപ്പിച്ചു എന്ന് പഠിക്കുവാൻ വേണ്ടി ആ വ്യക്തിയുടെ പിന്നാലെ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവുമായിട്ട് ചില പ്രശ്നങ്ങളിലാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ നിർവാഹമില്ല, കുറെ ദിവസത്തേക്ക് വീട്ടിൽ പോകില്ല എന്ന് ഞാൻ ശപഥം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് താങ്കളുടെ വീട്ടിൽ താമസിക്കുവാനുള്ള അനുവാദം നൽകണം. അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. അദ്ദേഹത്തിനുള്ള സംവിധാനങ്ങൾ തൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഒരുക്കുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും മഹാനായ അബ്ദുല്ലാഹിബ്നു അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കർമ്മം കൊണ്ടായിരിക്കും അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയായി മാറിയിട്ടുണ്ടാവുക എന്നാണ് ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും നോക്കിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സഹാബിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ദിവസമായി പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയുന്നില്ല. രാത്രികാലത്ത് നീണ്ട തഹജ്ജുദ് നമസ്കാരമോ കണ്ണീരൊരുപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ നിരാശനായിക്കൊണ്ട്
മഹാനായ അബ്ദുല്ലാഹിബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ താങ്കളെ കുറിച്ച് സ്വർഗത്തിന്റെ അവകാശി എന്ന് 3 വട്ടം പറയുന്നത് കേൾക്കുവാൻ ഇടവന്നു. അതൊക്കെ കേട്ടപ്പോൾ എന്തായിരിക്കും താങ്കളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഞാനും പിതാവും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നത്. എന്നാൽ താങ്കളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തിട്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താങ്കളോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും താങ്കളെ കുറിച്ച് ഈ അർത്ഥത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടാവുക? അത് കേട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, മാഹുവ ഇല്ലാ റഅയ്ത, താങ്കൾ കണ്ടതല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയോടും ചതി കാണിക്കുക എന്നുള്ള ഒരു രീതി എൻ്റെ മനസ്സിൽ ഒരിക്കലുമില്ല. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅ്താഹുല്ലാഹു ഇയ്യാ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലാഹു ഒരനുഗ്രഹം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ പേരിൽ ആ വ്യക്തിയോട് അസൂയ പുലർത്തുവാനും ഞാൻ ഒരുക്കമല്ല. അതായിരിക്കാം അതിന് കാരണമെന്ന് ആ മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമായോട് പറഞ്ഞു എന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശരിക്കും ഈ ഒരു ഹദീസ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെ, നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ സ്ഥാനം നേടുന്നത് അത്യുന്നതമായ ഇബാദത്തുകളുടെ പേരിലല്ലെന്നും മറിച്ച് ആ മനുഷ്യന്റെ സ്വഭാവ ഗുണവും മറ്റുള്ളവരെ ആ വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുമാണ് ഈ ഒരു ഹദീസിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇവിടെയാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ പ്രസക്തി. എന്തുകൊണ്ട് ഇന്നത്തെ ഈ ലോകത്ത് മുസ്ലിം സമൂഹം പല നിലയ്ക്കുമുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു? പ്രത്യേകിച്ച് ഫലസ്തീൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന എണ്ണിയാൽ തീരാത്ത, വിവരിക്കാനാവാത്ത, ഏതൊരു മനുഷ്യന്റെയും മനസ്സ് പിടയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നാം ദിനേന കണ്ടുകൊണ്ട് മരവിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നാം ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പറയാതെ നമുക്കറിയാം. സഹോദരങ്ങളെ, ഇവിടെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഒരു സമൂഹത്തെ കുറിച്ച് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് ആ സമൂഹം അനുവർത്തിച്ച രീതി, ഇതിനെക്കുറിച്ചുള്ള പഠനത്തിന് പ്രസക്തിയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ഏറ്റവും അധികം അനുഗ്രഹം നൽകിയ, വളരെ ഉന്നതരാക്കി തീർത്ത ഒരു ജനവിഭാഗമാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേലി സമൂഹം. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ പല ഭാഗത്തും ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ സമൂഹമേ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ലോകത്ത് മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങളെ ഞാൻ ശ്രേഷ്ഠനാക്കുകയും ചെയ്തില്ലേ. ഇത് ഏതൊക്കെ തരത്തിലാണ്? അവരുടെ ഭക്ഷണത്തിൽ ഈ ശ്രേഷ്ഠത കാണാം, അവരുടെ പാനീയത്തിൽ കാണാം, കാലാവസ്ഥകൾ അള്ളാഹു ഒരുക്കി കൊടുക്കുന്നതിൽ കാണാം, അവർക്ക് അധികാരം നൽകുന്നതിൽ കാണാം, ശത്രുക്കളെ അള്ളാഹു നിഷ്കാസനം ചെയ്യുന്നതിൽ കാണാം, സത്യമാർഗത്തെ വിശദീകരിക്കുന്നതിൽ കാണാം, ശിക്ഷകൾ ഇറങ്ങുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കാണാം എന്ന് വേണ്ട ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഏറ്റവും അധികം കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞ ഒരു ജനവിഭാഗമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇതേപോലെ കടന്നു വന്ന ഒരു ജനവിഭാഗം ലോക ചരിത്രത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. അള്ളാഹു പല വട്ടം അത് പറയുന്നുണ്ട്. സുമ്മ അർസൽന റുസുലന തത്തുല തത്തുറ, സുമ്മ അർസൽന റുസുലന തത്തുറ, തുടർച്ചയായിട്ട് നാം അവരിലേക്ക് നമ്മുടെ ദൂതന്മാരെ
നിയോഗിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ സമീപനം എന്താണ്? ഈ പ്രവാചകന്മാരെ കാണുമ്പോഴും അതേപോലെ നിരന്തരം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ കാണുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്നത്, അവർ മറച്ചു വെച്ചിരിക്കുന്നത് കുഫ്രാണ്. അതേപോലെ സ്വന്തം ഹവായെ പിന്തുടർന്ന് ജീവിക്കുവാനുള്ള ഒരു താല്പര്യമാണ്. അള്ളാഹു ഈ കാര്യം സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അഫകുല്ലമാ ജാഅഹും റസൂലുൻ അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും. നിങ്ങളുടെ മനസ്സിന് ആഗ്രഹമില്ലാത്ത, താല്പര്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ആ പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴൊക്കെ ഫരീഖൻ കദ്ദബത്തും, ചില ആളുകളെ നിങ്ങൾ കൊന്നുകളയുന്നു, നിങ്ങൾ കളവാക്കുന്നു. ഫരീഖൻ തഖ്തുലൂൻ, ചില ആളുകളെ നിങ്ങൾ കൊന്നുകളയുകയും ചെയ്യുന്നു. ഓരോ പ്രവാചകരോടും ആ സമൂഹം പുലർത്തിയ നിലപാട് എന്തായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഒന്നുകിൽ അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് അവർ ആ പ്രവാചകന്മാരെ കളവാക്കും. നിങ്ങൾ ദൈവദൂതന്മാരല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാരല്ല, നിങ്ങൾ വ്യാജന്മാരാണ് എന്ന് പറഞ്ഞ് അവരുടെ പ്രവാചകത്വത്തെ തള്ളിക്കളയുന്ന സമീപനം. അല്ലെങ്കിലോ ഫരീഖൻ തഖ്തുലൂൻ, ചില ആളുകളെ നിർദാക്ഷിണ്യം അവർ കൊന്നുകളയുകയും ചെയ്തു. മഹാനായ യഹ്യ അലൈഹിസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാരെ, സക്കരിയ അലൈഹിസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാരെ ആ സമൂഹം തന്നെ കൊന്നുകളഞ്ഞു എന്ന് ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നു മാത്രമല്ല, ഇതെല്ലാം കാണുമ്പോഴും അള്ളാഹുവിനെ നിഷേധിക്കുവാനും മറ്റ് സമൂഹങ്ങൾ അവരുടെ ആരാധനാ മാർഗങ്ങളിൽ പിന്തുടരുന്ന മ്ലേച്ഛമായ രീതികളെ അനുവർത്തിക്കുവാനും അവർ പലപ്പോഴും ശ്രമിക്കുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ് 138-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: വജാവസ്ന ബിബനി ഇസ്രായീൽ അൽ ബഹർ. ബനൂ ഇസ്രായേൽ സമൂഹത്തെ കടൽ കടത്തി നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. ഫഅതൗ അലാ ഖൗമി യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. സ്വന്തം വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ട്, പ്രതിഷ്ഠകൾ സ്ഥാപിച്ചിട്ട് അതിന് മുന്നിൽ ഭജനമിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ അടുക്കൽ കൂടി ഈ ബനൂ ഇസ്രായേൽ സമൂഹം കടന്നു പോവുകയാണ്. തൊട്ടു മുമ്പ് അവർ കണ്ട കാഴ്ച എന്താണ്? ആർത്തലയ്ക്കുന്ന ചെങ്കടൽ. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഭാഗത്തിനും കൃത്യമായിട്ട് വഴികൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഫിർഔനിൽ നിന്നും അവന്റെ പടയിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് തൊട്ടു മുമ്പുള്ള സന്ദർഭത്തിലാണ്. അത് കഴിഞ്ഞ് കടന്നു പോകുന്ന സമയത്താണ് പ്രതിഷ്ഠകൾക്ക് മുന്നിൽ ഭജനമിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഇവർ കാണാൻ ഇടയാകുന്നത്. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിനോട് അവർ പറയുന്നുണ്ട്: ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഈ ആളുകൾക്ക് എന്തുമാത്രം ദൈവങ്ങളാണുള്ളത്, ഞങ്ങൾക്കും അതുപോലെ ചില ദൈവങ്ങളെ നിനക്ക് നിശ്ചയിച്ചു തന്നുകൂടെ? ഒന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ ആയാത്തുകളെ നേർക്ക് നേരെ കാണുന്ന ഒരു സമൂഹം എത്രത്തോളം അവരുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ തകർച്ച നേരിടുന്നുവെന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈ സമയത്ത് നിസ്സഹായനായി നിന്നുപോയി. അദ്ദേഹം പറയുന്നുണ്ട്: ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. യാതൊരു വിവേകവുമില്ലാത്ത, യാതൊരു വിവരവുമില്ലാത്ത ഒരു ജനവിഭാഗമായിട്ട് നിങ്ങൾ പോയല്ലോ എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു ഘട്ടത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങുവാൻ വേണ്ടി തൂരസീന പർവ്വതത്തിൽ പോയ സമയത്താണ് സാമിരി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തി അവരുടെ ആടയാഭരണങ്ങളൊക്കെ വാങ്ങിച്ച് അതിനെ ഒരു പ്രത്യേക രൂപത്തിൽ, കോലത്തിൽ ഒരു പശുക്കുട്ടിയായിട്ട് രൂപപ്പെടുത്തി അതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ അതിലേക്ക് ക്ഷണിക്കുന്നത്. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം അവരോട് അങ്ങേയറ്റം തീക്ഷ്ണമായി പറഞ്ഞു നോക്കി, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ. പക്ഷെ അപ്പോഴുമുള്ള മറുപടി ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. മൂസ തിരിച്ചു വന്നിട്ട് ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഞങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഞങ്ങൾ ഭജനമിരിക്കും ഇവിടെ തന്നെ. ഒന്ന് ആലോചിക്കുക, ഇതായിരുന്നു ആ സമൂഹത്തിന്റെ അവസ്ഥ. ഇത്തരത്തിലുള്ള ദുർമാർഗത്തിന്റെയും വഴികേടിന്റെയും ഈറ്റില്ലമായി മാറിയ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ തെറ്റുകളെ വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വംശത്തിൽ നിന്ന് മാറി അറബി കുലത്തിൽ
ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഈ മുസ്ലിം സമൂഹത്തോട് അന്ന് 1400 വർഷങ്ങൾക്കപ്പുറേ തുടങ്ങിയ ആ ഒരു വിദ്വേഷവും ആ ഒരു അസൂയയും ഇന്നും അതേപോലെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ജൂത സമൂഹത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം. ഇവിടെ ഇത് പറയുമ്പോൾ നമുക്കും ഒരു ബാധ്യതയുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നാം ഏതു സമൂഹത്തോട് ബന്ധപ്പെടുന്നോ ആ സമൂഹത്തോട് നാം അനുവർത്തിക്കേണ്ട രീതി ഇത്തരത്തിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും ഒരു ശൈലി ആയിരിക്കേണ്ടതില്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും കൊടിയ ഒരു ശത്രു അവന്റെ ആ തെറ്റായ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും അവൻ ആ സന്ദർഭം മുതൽ നമ്മുടെ സഹോദരനാണ്. അവന്റെ മുഴുവൻ തെറ്റുകളും ആ സന്ദർഭം മുതൽ അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ നാം ഒന്ന് ആലോചിക്കുക, ലോകത്ത് എല്ലാ കാലത്തും ജനജീവിതം ദുസ്സഹമാക്കുന്ന രൂപത്തിൽ ഇടപെട്ട ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിച്ച ഒരു വിഭാഗമാണ് ഈ ജൂത സമൂഹം. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പലവട്ടം ലോകത്തിന്റെ പല ഭാഗത്തും അത്താണിയില്ലാതെ കറങ്ങി നടക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നു. അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിലൊക്കെ അവർ അനുവർത്തിച്ച രീതി അത്രത്തോളം മ്ലേച്ഛമായിരുന്നു. ഈ ഒരു ജനവിഭാഗത്തെ വീണ്ടും അറേബ്യൻ ലോകത്തിന് തീരാ ദുരിതമായിട്ട് കുടിയിരുത്തുവാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് ഈ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന തുല്യതയില്ലാത്ത ഒരവസ്ഥ നാം ഒന്ന് ആലോചിക്കുക. എത്ര വേദനാജനകമായ സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 1912 നടന്ന ബാൽഫർ പ്രഖ്യാപനം നമുക്കറിയാം. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായ ആർത്തർ ബാൽഫർ യഹൂദ സംഘടനാ നേതാവായ വാൾട്ടൻ റോത്ത് ചൈൽഡിനോട് കൈമാറിയ ഒരു കത്താണത്. അതായത്, നിങ്ങൾക്ക് അറേബ്യൻ ദേശത്ത് ജെറൂസലേമിന്റെ മണ്ണിൽ നിങ്ങളുടെ ദേശീയ രാജ്യം ഞങ്ങൾ ഇടപെട്ട് പുനഃസ്ഥാപിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അവിടെ വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ട് ഏൽപ്പിക്കാത്ത രൂപത്തിലേക്ക് നിങ്ങൾ അവിടെ ജീവിക്കണം എന്നുള്ള ഒരടിസ്ഥാനത്തിലാണ് ഈ ബാൽഫർ പ്രഖ്യാപനം 1912 നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം 1948 ഈ ഫലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രഖ്യാപനം അന്ന് വൻ ശക്തികളുടെ പിന്തുണയോടുകൂടി നടന്നത്. അതൊരു വേള മുസ്ലിം സമൂഹത്തിന് തീരാ ദുരിതമായിട്ട് അവർ സമ്മാനിക്കുക കൂടി ചെയ്തതാണത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗത്ത് നമ്മുടെ ചിത്രത, അത് നമ്മുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് മാറുന്ന സമയത്ത് വരുത്തുന്ന ദുരിതങ്ങൾ അതെത്രമാത്രം ഭീകരമായിരിക്കും. തുർക്കി ഖിലാഫത്തിന്റെ തകർച്ചയോടുകൂടി പല കഷണങ്ങളായി മാറിത്തീർന്ന മുസ്ലിം രാജ്യങ്ങൾ ആ രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ നിലനിർത്തിക്കൊണ്ട് അന്ന് 1948 ഇങ്ങനെ ഒരു രാജ്യം രൂപപ്പെടുത്തുകയും അതിനെ തുടർന്ന് ആ ജനവിഭാഗത്തിന് കലവറയില്ലാത്ത പിന്തുണ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തൽഫലമായിട്ട് അവർ അവരുടെ ഭൂമിയെ വിസ്തൃതിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ താമസിച്ചു വന്ന അറബികളായ ഫലസ്തീനി വംശജരെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും താറുമാറാക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും വേദന ഇസ്ലാമാകുന്ന ഇസ്സത്ത് ലഭിച്ച സമ്പത്ത്, അള്ളാഹു അതിൻ്റെ എല്ലാ ഖജനാവുകളും തുറന്നുകൊടുത്ത ലോകത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ ക്രയശേഷിയുടെ 40% ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അറേബ്യയിലെ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ നിസ്സംഗത ഒരു വിശ്വാസിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നതാണ്. സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവർ ഒരു നേരത്തെ അന്നമില്ലാതെ, ചികിത്സയ്ക്ക് വഴിയില്ലാതെ, നമുക്കറിയാം ഓരോ ദിനവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും അതെത്രത്തോളം ബീഭത്സമാണ്. മെലിഞ്ഞുണങ്ങി ഒട്ടിയ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ അന്നമില്ലാതെ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ അവരിങ്ങനെ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സിക്കാനുള്ള ആശുപത്രികൾ അത്രയും തകർക്കപ്പെട്ട് കഴിഞ്ഞു. ജീവിതത്തിന്റെ മുഴുവൻ
സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെട്ട് എന്തിനോ വേണ്ടി എങ്ങനെയോ ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഖഹാക്കൾ പഴയ കാലത്ത് പറഞ്ഞു വെച്ചു, മശ്രിക്കിൽ ഒരു മുസ്ലിം സഹോദരൻ ആക്രമിക്കപ്പെട്ടാൽ മഗ്രിബിലുള്ള മറ്റൊരു മുസ്ലിമിന് ഇവനെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. ഈ ബാധ്യത നമ്മുടെ സമൂഹം ഇന്ന് വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ വന്ന് അത് സ്വന്തം കഴുത്തിലും കത്തിവെക്കുമെന്നായപ്പോൾ ഇന്ന് അവർക്ക് നിസ്സഹായാവസ്ഥയാണ് വീണ്ടും വന്നു ചേർന്നിരിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം കൂടപ്പിറപ്പുകളെ ഈ അർത്ഥത്തിൽ ആക്രമിക്കപ്പെടുകയും അവർക്ക് ദുരിതം മാത്രം നിറഞ്ഞ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യം വന്നു ചേരുകയും ചെയ്തിട്ട് ക്രിയാത്മകമായിട്ട് അതിനോട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ആ ജനവിഭാഗം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ഗ്രേറ്റർ ഇസ്രായേലിനെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് ഫലസ്തീൻ മാത്രമല്ല, ജോർദാനും സിറിയയും ലെബനോനും ഈജിപ്തും കഴിഞ്ഞ് ഇറാഖും സൗദി അറേബ്യയുടെ ഭാഗങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേലാണ് ഇന്ന് സിയോണിസ്റ്റുകളുടെ സ്വപ്നത്തിലുള്ളത്. അത് വരുമ്പോൾ ഈ അറേബ്യൻ നേതാക്കൾ അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നുണ്ട്, അതായത് ഒരു മുസ്ലിമിനെ കൈവടിയുന്ന സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സഹായം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ആ ഹദീസിന്റെ താല്പര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് ആലോചിക്കുക. തിന്മയോടുള്ള അഭിനിവേശം ഒരു ജനസമൂഹത്തെ ലോകത്ത് ഏറ്റവും വലിയ ചട്ടമ്പുകളാക്കി മാറ്റി. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് പകയും വിദ്വേഷവുമാണ്. അത് ഏറ്റവും അധികം മുസ്ലിം സമൂഹത്തോടാണ്. അതിൻ്റെ കെടുതി ഏറ്റവും അധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ അനൈക്യവും നമ്മുടെ ഛിദ്രതയും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും എവിടെ കൊണ്ടുപോയി നമ്മെ എത്തിച്ചു എന്നുള്ളത് നാം പേർത്തും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, മുൻഗാമികളായ ജനവിഭാഗങ്ങൾക്ക് വന്നു ചേർന്ന പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് സ്വസ്ഥമായിട്ട് മരണപ്പെട്ട് സ്വർഗത്തിലെത്തുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മസ്സതുഹുൽ ബഅസാഉ വദ്ദറ, അവർക്ക് പല തരത്തിലുള്ള ദുരിതങ്ങളും വേദനകളും വന്നു ചേർന്നു. രോഗങ്ങളും ക്ഷാമങ്ങളും അവർക്ക് വന്നു ചേർന്നു. വസുൽസിലു, അവർ പേടിച്ച് വിറച്ചുപോയി. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്, ആ കാലഘട്ടത്തിലെ പ്രവാചകനും വിശ്വാസികളും ഇനി എപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ സഹായം വന്നെത്താനിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന രൂപത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടു. ആ പ്രവാചകൻ പോലും ചോദിച്ചു പോയി, ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത്? അല ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിന്റെ സഹായം അത് വളരെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹു ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. സത്യത്തിൽ പലപ്പോഴും ഫലസ്തീനിന്റെ ഓരോ അവസ്ഥയും വായിച്ചു പോകുമ്പോൾ ഈ ദുരിതങ്ങൾ പേറിക്കൊണ്ട് തങ്ങളുടെ ഇസ്സത്തും തങ്ങളുടെ ഐഡന്റിറ്റിയും അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട മസ്ജിദും ഒന്നാമത്തെ ഖിബലയുമായ മസ്ജിദുൽ അഖ്സ അടക്കമുള്ള സംവിധാനങ്ങളെ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി എല്ലാം ത്യജിച്ച ആ ആളുകളെ ഒരു ഭാഗത്ത് നാം അവർ എടുത്തുചാട്ടക്കാരാണെന്നും അവർ ഒന്നിനും കൊള്ളാത്തവരുമാണെന്നും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ ചെല്ലേണ്ട സ്വർഗത്തിലേക്കാണല്ലോ നാമും പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു എന്ന് ഓർത്തു പോകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഏറ്റവും നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിൽ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈമാനികമായ ബന്ധം
അത് ബന്ധത്തിൽ ഏറ്റവും ഉയർന്നതാണ്. മറ്റെല്ലാ കക്ഷി രാഷ്ട്രീയത്തെക്കാളും സംഘടനാ സങ്കുചിതത്വത്തെക്കാളും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ എന്നുള്ള ആ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ.